ഹായ് ഡിയേഴ്സ്, ഈ ക്ലാസ്സിൽ നമ്മൾ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ പാർട്ട് 2 ആണ്. ചാപ്റ്റർ 1 പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ട് മാത്രം വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ കൂടുതൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നമുക്ക് ഫസ്റ്റ് ഇവിടെ പാർട്ട് 2 ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൊമേഴ്സാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതാണല്ലോ അല്ലേ. അപ്പോൾ എന്താണ് കൊമേഴ്സ് നമുക്ക് നോക്കി നോക്കാം. Commerce is essentially about buying and selling along with all the activities that help make that buying and selling happen smoothly. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങി വിൽക്കലാണ്. അതിനോടൊപ്പം തന്നെ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സഹായിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളേനും കൂടി കൂട്ടിയിട്ടാണ് എന്ത് പറയുക, കൊമേഴ്സ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ രൂപത്തിൽ ഇത് പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കൊമേഴ്സ് ഈസിക്കൽ ടു ട്രേഡ് പ്ലസ് ഓക്സിലറി ടു ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ, സാധനങ്ങൾ വാങ്ങുക വിൽക്കുക. ഓക്സിലറി ടു ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് അല്ലാണ്ട് അതിനെ സഹായിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ് ഓക്സിലറി ടു ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ട്രേഡിനെ സഹായിക്കുന്ന വേറെയും കുറേ കാര്യങ്ങളുണ്ടല്ലോ, ട്രാൻസ്പോർട്ട്, ഇൻഷുറൻസ്, ബാങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഓക്സിലറി ടു ട്രേഡ്. ട്രേഡ് അല്ലാണ്ട് ട്രേഡിനെ സഹായിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ കൊമേഴ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ട്രേഡും ഓക്സിലറി ടു ട്രേഡും. നമുക്ക് ഫസ്റ്റ് ട്രേഡ് എന്താ നോക്കാം. ട്രേഡ് റെഫേഴ്സ് ടു ദ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഫോം. അതിൻ്റെ ഒറിജിനൽ ഫോം മാറ്റാണ്ട് സാധനങ്ങളെ വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുകയാണ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ്, ഇമ്പോർട്ട് ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ്. ഹോൾസെയിൽ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ മൊത്തത്തിൽ വാങ്ങുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു ബണ്ടിൽ വാങ്ങുകയാണെങ്കിൽ അത് ഹോൾസെയിൽ ട്രേഡും, ഒരു കടയിൽ പോയിട്ട് ഒന്നോ രണ്ടോ സാധനം നമ്മളുടെ ആവശ്യമുള്ള സാധനം ചില്ലറയൊക്കെ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ അത് റീറ്റെയിൽ ട്രേഡുമാണ്. ഇമ്പോർട്ട് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വേറൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇമ്പോർട്ട് ട്രേഡും, നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ അങ്ങോട്ട് വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പോർട്ട് ട്രേഡുമാണ്. ഇനി ഓക്സിലറി ടു ട്രേഡ്. ഓക്സിലറി ടു ട്രേഡ് റെഫേഴ്സ് ടു ദ ആക്ടിവിറ്റീസ് ദാറ്റ് സപ്പോർട്ട് ആൻഡ് ഫെസിലിറ്റേറ്റ് ട്രേഡ്. ട്രേഡിനെ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങളെയാണ് ഓക്സിലറി ടു ട്രേഡ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ ട്രാൻസ്പോർട്ട്, വെയർ ഹൗസിങ്, ബാങ്കിങ്, ഇൻഷുറൻസ്, അഡ്വർടൈസ്മെൻറ്റ്. ട്രാൻസ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ട്രാൻസ്പോർട്ട് ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അത്. പിന്നെ വെയർ ഹൗസിങ്, ആ സാധനം ഒരു പ്രൊഡക്റ്റ് സൂക്ഷിച്ചെടുത്തേക്കണമെങ്കിൽ വെയർ ഹൗസിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. പിന്നെ ബാങ്കിങ്, പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഇൻഷുറൻസ്, പ്രൊഡക്റ്റിന് വല്ല ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഇല്ലാണ്ട് ആ ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട്. അതുമാതിരി അഡ്വർടൈസ്മെൻറ്റ്, നമുക്ക് ആ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓക്സിലറി ടു ട്രേഡിൻ്റെ എക്സാമ്പിൾ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ട്രേഡ്. ട്രേഡ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ട്രേഡ് റെഫേഴ്സ് ടു സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. സാധനങ്ങളെ വിൽക്കുക അല്ലെങ്കിൽ വാങ്ങുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ട്രേഡ് ഉണ്ട്, ഇൻറ്റേർണൽ ട്രേഡും എക്സ്റ്റേർണൽ ട്രേഡും. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കുള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിർത്തിക്കുള്ളിൽ സാധനങ്ങൾ വാങ്ങി വിൽക്കുകയാണെങ്കിൽ അത് ഇൻറ്റേർണൽ ട്രേഡാണ്. അതിൽ എക്സാമ്പിൾ ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ മൊത്തത്തിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് ഹോൾസെയിൽ. ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഇൻ എ ലാർജ് ക്വാണ്ടിറ്റി, അതാണെങ്കിൽ ഹോൾസെയിലും. റീറ്റെയിലാണെങ്കിൽ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഇൻ എ സ്മാളർ ക്വാണ്ടിറ്റി, ഒരു ചെറിയ അളവിലൊക്കെ ആണെങ്കിൽ അത് റീറ്റെയിലും. അപ്പോൾ ഹോൾസെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് ക്വാണ്ടിറ്റിയിലാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അത് ഹോൾസെയിൽ ട്രേഡും. റീറ്റെയിൽ ട്രേഡിൽ ഒരു ചെറിയ എമൗണ്ട് സ്മോൾ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അത് റീറ്റെയിലുമാണ് കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം, എക്സ്റ്റേർണൽ ട്രേഡ്. അപ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിയോണ്ട് ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത്, എന്ന് വെച്ചാൽ വേറെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കുകയാണെങ്കിൽ അത് എക്സ്റ്റേർണൽ ട്രേഡാണ്. അല്ലെങ്കിൽ വേറെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്താ പറയുക, സാധനങ്ങൾ വാങ്ങി വിൽക്കുകയാണെങ്കിൽ അത് എക്സ്റ്റേർണൽ ട്രേഡാണ്. അപ്പോൾ രണ്ടെണ്ണമുണ്ട്, ഇമ്പോർട്ട് ട്രേഡും എക്സ്പോർട്ട് ട്രേഡും. ഇമ്പോർട്ട് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം അതർ കൺട്രീസ് ആൻഡ് ബ്രോട്ട് ഇൻ ടു അവർ കൺട്രി. വേറൊരു സാധനം വേറൊരു രാജ്യത്തു നിന്ന് ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മുടെ രാജ്യത്തേക്ക് എത്തുകയാണെങ്കിൽ അത് ഇമ്പോർട്ട് ട്രേഡ്, അവിടെ നിങ്ങളുടെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി എക്സ്പോർട്ട് ആണെങ്കിലോ,
ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ കൺട്രി ആൻഡ് സോൾഡ് ടു അതർ കൺട്രീസ്. നമ്മുടെ രാജ്യത്ത് നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വേറൊരു രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ് എക്സ്പോർട്ട് ട്രേഡും കേട്ടോ. ഇത്രയും ആണ് ഇൻറ്റേർണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും തമ്മിലുള്ളത്. ഇനി അടുത്തത് എക്സ്റ്റേണൽ ട്രേഡിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എക്സ്റ്റേണൽ ട്രേഡ് റെഫേഴ്സ് ടു എക്സ്ചേഞ്ചിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് ഇൻ 2 or more കൺട്രീസ്. 2 അതിലധികമോ രാജ്യത്തെ ആൾക്കാർ തമ്മിലോ അല്ലെങ്കിൽ കമ്പനികൾ തമ്മിലോ സാധനങ്ങൾ വാങ്ങി വിൽക്കുന്നതിനെയാണ് എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇമ്പോർട്ട് ട്രേഡ്. അപ്പോൾ അതെന്താ നോക്കി നോക്കാം. ഇഫ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം അനദർ കൺട്രി ആൻഡ് ബ്രോട്ട് ഇൻ ടു അവർ കൺട്രി. വേറൊരു രാജ്യത്തു നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ കൺട്രിക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഇമ്പോർട്ട് ട്രേഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അവിടുന്ന് വേറൊരു രാജ്യത്തു നിന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരിക, അതാണ് ഇമ്പോർട്ട് ട്രേഡ്. ഇനി എക്സ്പോർട്ട് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഗുഡ്സ് ആർ സോൾഡ് ടു അതർ കൺട്രീസ്. നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ സാധനങ്ങൾ വേറൊരു രാജ്യത്തിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്പോർട്ട് ട്രേഡാണ്. ഇനി എൻട്രി പോർട്ട് ട്രേഡ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഫോർ എക്സ്പോർട്ട് ടു അതർ കൺട്രീസ്. നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ വേറൊരു രാജ്യത്തു നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നു, എന്നിട്ട് ആ സാധനങ്ങൾ വേറൊരു രാജ്യത്തേക്ക് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒന്നും അത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ വേറൊരു രാജ്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പം നമ്മൾ വേറൊരു രാജ്യത്തു നിന്ന് ആ സാധനം വാങ്ങിയിട്ട് ആ പറഞ്ഞ രാജ്യത്തിന് കൊടുക്കുന്നു. അതാണ് വെൻ ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഫോർ എക്സ്പോർട്ട് ടു അതർ കൺട്രീസ്. നമ്മൾ വേറൊരു രാജ്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വേറൊരു രാജ്യത്തു നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതാണ് എൻട്രി പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഇനി ഓക്സിലറീസ് ടു ട്രേഡാണ് പഠിക്കാൻ പോകുന്നത്. ആക്ടിവിറ്റി വിച്ച് ആർ മെറ്റ് ഫോർ അസിസ്റ്റിംഗ് ട്രേഡ് ആർ നോൺ ആസ് ഓക്സിലറി ടു ട്രേഡ്. എന്ന് വെച്ചാൽ ട്രേഡിനെ സഹായിക്കുന്ന വേറെ ഘടകങ്ങളെയാണ് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയാണ് ഓക്സിലറി ടു ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ട്രേഡ് എന്ന് വെച്ചാൽ വാങ്ങലും വിൽക്കലും, സാധനങ്ങൾ വാങ്ങലും വിൽക്കലാണ് ട്രേഡ്. അത് കൂടാണ്ട് വേറെ അതിനെ സുഗമമായി നടക്കാൻ സഹായിക്കുന്ന വേറെ കുറച്ച് ഘടകങ്ങളെയാണ് ഓക്സിലറി ടു ട്രേഡ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലൊന്നാമത്തെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്പോർട്ട് എന്താ നോക്കി നോക്കാം. ട്രാൻസ്പോർട്ട് ഹെൽപ്പ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് സാധനങ്ങളെ കടത്തിവിടുന്നതിനെയാണ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ബാങ്ക്സ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ട്രേഡേഴ്സ്. ദേ ഓഫർ സർവീസ് ലൈക്ക് ലോൺ, അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് മേക്ക് പേയ്മെൻറ്റ് ഈസിയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിനെ സമീപിക്കും, അവരെന്തേലും ലോണൊക്കെ തരും. എന്തെങ്കിലും നമ്മൾ ലോണോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും തരുമ്പോൾ നമുക്കപ്പോൾ ആ പൈസ ബാങ്ക് വഴി എടുക്കാം. അത് കാരണം നമുക്ക് അപ്പോഴത്തെ കാര്യം നടക്കും. അപ്പോൾ ബാങ്കിങ്ങും നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇൻഷുറൻസ് പ്രൊട്ടക്ട്സ് ഗുഡ്സ് എഗെയിൻസ്റ്റ് ലോസ് ഓർ ഡാമേജ് ഡ്യൂ ടു ആക്സിഡൻറ്റ്, തെഫ്റ്റ്, ഫയർ എക്സെട്ര. ഇറ്റ് റെഡ്യൂസ് ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ട്രേഡ്. എന്നുവെച്ചാൽ ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റിന് ഇൻഷുറൻസ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് ഡാമേജ് ആവുക അല്ലെങ്കിൽ കള്ളന്മാർ കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ആ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതുവഴി നമുക്ക് വലിയൊരു റിസ്ക് അകറ്റി നിർത്താൻ പറ്റുന്നതാണ് പറയുന്നത്. ആ പൈസ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇൻഷുറൻസ് എമൗണ്ട് ആയിട്ട് തരും. ഇനി വെയർഹൗസിംഗ് പ്രൊവൈഡ് എ സേഫ് പ്ലേസ് ടു സ്റ്റോർ ഗുഡ്സ്. ദേ ഹെൽപ്പ് ഇൻ കീപ്പിംഗ് ഗുഡ്സ് സേഫ് ആൻഡ് അവൈലബിൾ വെൻ നീഡഡ്. വെയർഹൗസ് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളെ സൂക്ഷിച്ചെടുത്തേക്കാൻ സാധിക്കും. ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനധികം ഡാമേജ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഈ ഗുഡ്സ് കൊടുക്കണം, ആ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വെയർഹൗസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് സൂക്ഷിക്കാം. പിന്നെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവിടെ വന്നെടുക്കാമല്ലോ. അപ്പോൾ വെയർഹൗസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുഡ്സ് സൂക്ഷിച്ചെടുത്തേക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തെയാണ് വെയർഹൗസ് എന്ന് വിളിക്കുന്നത്. ഇനി 5 അഡ്വർടൈസിംഗ് ഇൻഫോംസ് പീപ്പിൾ അബൌട്ട് ദ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് ക്രിയേറ്റ് ഡിമാൻഡ് ആൻഡ് പ്രൊമോട്ട് ദ സെയിൽ ഓഫ് ഗുഡ്സ്. ഇപ്പോൾ സാധനങ്ങളെ പറ്റിയിട്ടൊരു കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആൾക്കാർക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം, അഡ്വർടൈസ്മെൻറ്റ് വേണം. അത് ഡിമാൻഡിനെയും സെയിൽസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് പല പ്രൊഡക്റ്റ് വാങ്ങൂലേ, അപ്പോൾ അതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ.
അപ്പോൾ നമ്മളത് ഇൻസ്പയർ ആയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാനൊക്കെ ഈ അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കും. ഇനി അടുത്ത ടോപ്പിക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ഒബ്ജക്റ്റീവ്സ് ആർ ദ സ്പെസിഫിക് ഗോൾസ് ദാറ്റ് എ ബിസിനസ് എയിം ടു അച്ചീവ്. ബിസിനസ്സിൻ്റെ എയിംസ്, ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെസിഫിക് ഗോൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദേ ഗൈഡ് ദ ബിസിനസ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ്, ബിസിനസ് എങ്ങനെ നടക്കണം അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തൊക്കെ തീരുമാനം എടുക്കണം എന്നൊക്കെ ഗൈഡ് ചെയ്യുന്നത് ഇവരാണ്. ഇതിലെ ഫസ്റ്റ് പോയിൻ്റാണ് ഏണിംഗ് പ്രോഫിറ്റ്സ്. ഫസ്റ്റ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവാണ് ഏണിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് എയിം. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾക്കാരും ബിസിനസ് ഇന്നോവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പോയിന്റിലേക്ക് കടക്കാം. ടു ഏൺ റെസ്പോൺസിബിൾ പ്രോഫിറ്റ് ബൈ പ്രൊഡ്യൂസിങ് ക്വാളിറ്റി ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് സാറ്റിസ്ഫൈയിങ് കസ്റ്റമർ നീഡ്. നല്ലൊരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കൊടുത്തിട്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാണ്. അതിലൂടെ അവരെന്ത് നേടുന്നു? പ്രോഫിറ്റ് നേടുന്നുണ്ട്. അതാണ് ഫസ്റ്റത്തെ വരിയിൽ പറയുന്നത് കേട്ടോ. നല്ല ഗുഡ്സ് കൊടുക്കുക, നല്ല ക്വാളിറ്റി ഗുഡ്സ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? കസ്റ്റമറിൻ്റെ നീഡ്സും വാണ്ട്സും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുക. അതിലൂടെ എന്തുണ്ടാക്കുക? പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഇനി രണ്ടാമത്തെ, മാർക്കറ്റ് സ്റ്റാൻഡിങ്. ടു അച്ചീവ് എ സ്ട്രോങ് പൊസിഷൻ ഇൻ ദ മാർക്കറ്റ് ബൈ ഓഫറിങ് ബെറ്റർ പ്രൊഡക്ട്സ്, ഗുഡ്സ്, സർവീസ് ആൻഡ് ഫെയർ പ്രൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ ഗുഡ്സ് കൊടുക്കുക, നല്ല വർത്തായ പ്രൈസിന് ഗുഡ്സ് കൊടുക്കുക, എല്ലാ പ്രൊഡക്റ്റിനേക്കാൾ ബെറ്റർ പ്രൊഡക്റ്റാണ് നമ്മൾ തോന്നിക്കുക. നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാവരേക്കാൾ ഡിഫറെൻ്റാണ്, എല്ലാവരിൽ നിന്നും ബെറ്ററാണ്, അതുമാതിരി ഫെയർ പ്രൈസാണ്, വർത്തായിട്ടുള്ള പ്രൈസാണെന്നൊക്കെ തോന്നിപ്പിച്ചിട്ട് നമ്മളുടെ ഒരു ബ്രാൻഡിനെ ആ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിർത്തിക്കുക. അതാണ് മാർക്കറ്റ് സ്റ്റാൻഡിങ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പല പ്രൊഡക്റ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ പല പ്രൊഡക്ട്സും ഉണ്ട്, പല ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സും ഉണ്ട്. പക്ഷേ എല്ലാ പ്രൊഡക്റ്റും പണ്ടത്തെ പോലെ ഇപ്പം നിൽക്കുന്നുണ്ടോ? ഇല്ല, പല പ്രൊഡക്റ്റും ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടല്ലേ. അതിനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ക്വാണ്ടിറ്റിയിൽ വേണ്ടത്ര ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വെർത്ത് പ്രൈസ് ആയിരിക്കില്ല. അങ്ങനെയുള്ള പല കാരണത്താൽ നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകാണ്ടിരിക്കാനുള്ളതൊക്കെ നമ്മൾ ചെയ്യുക. അതാണ് മാർക്കറ്റ് സ്റ്റാൻഡിങ്. മാർക്കറ്റിൽ നമ്മുടെ ഒരു ബ്രാൻഡിനെ സ്റ്റാൻഡ് ചെയ്യിക്കുക, നമ്മളുടേതായ ഒരു ബ്രാൻഡിൽ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരിക. ഇനി ഇന്നോവേഷൻ. ടു ഇൻട്രൊഡ്യൂസ് ന്യൂ ഐഡിയാസ്, പ്രൊഡക്റ്റ് ഓർ മെത്തേഡ്സ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ആൻഡ് മീറ്റ് ചേഞ്ചിങ് കസ്റ്റമർ നീഡ്. എന്ന് വെച്ചാൽ ഇന്നോവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇന്നുള്ള നീഡാവില്ല നാളെ. എന്ന് വെച്ചാൽ ഇപ്പോൾ കാലം എന്താ പറയുക, ഇന്നുള്ള ട്രെൻഡ് ആയിരിക്കില്ല നാളെ. അപ്പോൾ നാളത്തെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ പുതിയ ഐഡിയാസൊക്കെ ഒരു പ്രൊഡക്റ്റിൽ കൊണ്ടുവരിക. ഇന്നോവേറ്റ് ന്യൂ ഐഡിയാസ്, പ്രൊഡക്ട്സ് ഓർ മെത്തേഡ്സ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ആൻഡ് മീറ്റ് ചേഞ്ചിങ് കസ്റ്റമർ നീഡ്സ്. അപ്പോൾ നമ്മൾ പുതിയ ഐഡിയാസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റിൽ പുതിയ ടെക്നിക്സ് അല്ലെങ്കിൽ പുതിയ ഐഡിയ അല്ലെങ്കിൽ പുതിയ മെത്തേഡ്സൊക്കെ കൊണ്ടുവരിക. എന്ത് മനസ്സിലാക്കിയിട്ട്? കസ്റ്റമറിൻ്റെ നീഡ് മനസ്സിലാക്കിയിട്ട് കേട്ടോ. ഇനി നെക്സ്റ്റ്, പ്രൊഡക്ടിവിറ്റി. ടു യൂസ് റിസോഴ്സസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ടു പ്രൊഡ്യൂസ് മോർ ഔട്ട്പുട്ട് വിത്ത് മിനിമം കോസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കുക, കുറഞ്ഞ ചിലവിൽ മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് പ്രൊഡക്ടിവിറ്റി. ഇനി ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ടു ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫിസിക്കൽ റിസോഴ്സസ് ലൈക്ക് ലാൻഡ്, പ്ലാന്റ്, മെഷീനറി ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് ലൈക്ക് ക്യാപിറ്റൽ, ഫണ്ട് എഫക്റ്റീവ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാൻഡ്, പ്ലാന്റ്, മെഷീനറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. അതിനെയാണ് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അവരെ ലാൻഡ്, പ്ലാന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് പറയുന്നത്. ഇനി ആറാമത്തെ, മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ടു എൻഷുർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജേഴ്സ് ബൈ പ്രൊവൈഡിങ് ട്രെയിനിങ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് മോട്ടിവേഷൻ. ഇപ്പോൾ ഓരോ മാനേജേഴ്സ് ചിലപ്പോൾ അവർ എന്താ പറയുക, നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ട വിധത്തിലുള്ള ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യത്താലാണ് അവർ വർക്ക് ചെയ്യാണ്ടിരിക്കുന്നതെങ്കിൽ വേണ്ട വിധത്തിലുള്ള മോട്ടിവേഷനും അതെല്ലാം കൊടുത്തിട്ട് മാനേജേഴ്സിനെ ഒന്ന് എന്താക്കുക, ഓക്കെ ആക്കുക. അതാണ് ആ ഒരു ഇതിൽ പറയുന്നത്. മാനേജേഴ്സിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യിപ്പിക്കുക. എന്തിലൂടെ? ട്രെയിനിങ് കൊടുത്തിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുത്തിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ട് അവരെ ഒന്ന് ഓക്കെ ആക്കുക. അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി ഏഴാമത്തെ, വർക്ക് പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ടു ഇംപ്രൂവ് ദ പെർഫോമൻസ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് എൻഷുർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ടീം വർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിനെ ഒന്ന് നന്നായിട്ട് നമ്മൾ പരിഗണിക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക റെസ്റ്റ് കൊടുക്കുക, അതുമാതിരി
നമുക്ക് വേണമെങ്കിൽ അവർക്ക് റിമ്യൂണറേഷൻ കൂട്ടാം, സാലറി കൂട്ടാം, എന്തെങ്കിലും ഒക്കെ ഗിഫ്റ്റ്സ് കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അവരെ ഒന്ന് എന്താ പറയുക ആക്റ്റീവാക്കുക. വർക്കേഴ്സിനൊന്ന് എന്താ പറയുക നല്ലൊരു ആക്റ്റീവാക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ആക്റ്റീവായ എന്തുണ്ടാവും, നമ്മുടെ ബിസിനസ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം വർക്കേഴ്സും മാനേജേഴ്സും അവരാണല്ലോ നമ്മളുടെ മെയിനായിട്ടുള്ള ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബിസിനസ്സിനത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവരിലൂടെ നമ്മുടെ ബിസിനസ് എന്താവും, ഗ്രോത്ത് ആവും. ഇനി 8ാമത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു കോൺട്രിബ്യൂട്ട് ടു ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി ബൈ പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്, ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മ്യൂണിറ്റീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റീനെ സപ്പോർട്ട് ചെയ്യുക. എന്തിലൂടെ, നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, പരിസ്ഥിതി നന്നാക്കുക. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഇടാണ്ടിരിക്കുക, ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് ഡൊണേറ്റ് ചെയ്യുക. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ സൊസൈറ്റീനെ ഒന്ന് സംരക്ഷിക്കുക. അതാണ് ആ പോയിൻറ്റിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്ത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ കമൻറ്റിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക, അതിൽ ജോയിൻ ചെയ്തിട്ടോ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.